ഇന്നുള്ള ശോധന അത് നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശുവൻ ദാനം അന്യനായി ഭൂവിലെന്ന, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്ന, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയും കരുതലറിയുന്നു, യുക്തമായി വ്യക്തമായി കൃപയും കരുതലറിയുന്നു. അനാദിനാഥനേശുവൻ ദാനം അന്യനായി ഭൂവിലെന്ന, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ധന്യനായി ഭൂവിലെന്ന, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ഇന്നുള്ള ശോധന അത് നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശുവൻ ദാനം അന്യനായി ഭൂവിലെന്ന, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്ന, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. പാപത്തിൻ ഇച്ഛകൾ പാപത്തിൻ ഇച്ഛകൾ പാപത്തിൻ ഇച്ഛകൾ പാപത്തിൻ ഇച്ഛകൾ. നന്മയക്കും കാഴ്ചകൾ നന്മയക്കും കാഴ്ചകൾ, നന്മയക്കും കാഴ്ചകൾ നന്മയക്കും കാഴ്ചകൾ. ഒന്നിനും എന്താണ് ഏതുമേമായിരുന്നില്ല, ഒന്നിനും എന്താണ്
അതിനാഥനീശ്വരൻ താനും അന്യനായി ഭൂമിയിലെത്താം. ധന്യനായ ക്രിസ്തുവിൽ സദാ. നമ്മുടെ പാട്ടുകാരെ പറയുകയാണ്, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദോഷമായി ഭവിക്കുന്നതെല്ലാം എനിക്ക് നന്മയ്ക്കായി തീർന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ദിനം നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അത് യുക്തമായി വ്യക്തമായി കണ്ട് കർത്താവിനെ മുഖതാവിൽ കണ്ട് ആരാധിക്കുന്ന യോഹന്നാൻ അവന്റെ മുമ്പിൽ വീട് ആരാധിച്ച് മുമ്പിട്ടതുപോലെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകരം ആ ദിവസത്തെ ആത്മാവിൽ കണ്ട് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവം വെളിപ്പെട്ടു വരും. ഉടാവാന ശബ്ദാരകൾക്കിടയസ്യ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ച ഇന്ന് വേദനയുണ്ട്, ഇന്ന് ശോധനയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. ഒരു പുനരിയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്താണ്? ആ പെൺപുലരിയിൽ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. അല്ലേ സ്വന്തം ദൈവങ്ങളെ സ്വന്തം അവൻ ഒന്നിലും നമ്മുടെ മനമില്ല, അവൻ കലങ്ങേണ്ട കാര്യമില്ല. സ്വന്തം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമല്ലേ, നാട്യം വെച്ച അനുഭവത്തിൽ രാസത്യ കലർന്നേക്ക് ചെന്നപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം. അവിടെ ബഥാനിയിലെ ഭവനത്തിൽ കർത്താവ് ചെല്ലുമായിരുന്നു. അല്ലേ, അവരോട് കൂടെ പന്തിയിലിരിക്കുന്ന ഒരു അനുഭവം കർത്താവിനുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അനേക രോഗികൾ അവിടെ കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ച ഇടമാണ്. അല്ലേ സ്വന്തം ബഥാനിയിലെ ഭവനം. അനേക ആശ്വാസത്തിന് വേണ്ടി ഓടി വന്ന ഇടമാണ് ബഥാനിയിലെ ഭവനം. കാരണം എന്താണ്? ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും യേശുവിനടുത്ത് ജനങ്ങൾ ഓടി വരും. സൗഖ്യമില്ലാത്തവർ കർത്താവിനടുത്ത് മാത്രം ഓടി വരുന്നേ. ഹല്ലേലൂയ. അല്ലേ, പല രോഗികളുടെ സൗഖ്യമായിട്ടുണ്ടായിരിക്കാം. അനേക മരിച്ചവരോട് ഉയർത്തുകയാണ്. അല്ലേ, എത്രവർക്ക് വിശ്വാസം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആത്മാവ് ഒന്ന് കണ്ടു നോക്കിക്കേ. ലൂക്കോസോ യോഹന്നാനൊന്നും എഴുതി ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് ആത്മാവിൽ ഒന്ന് കാണാം. നമ്മുടെ കർത്താവിനടുത്ത് മരിച്ചവൻ എഴുന്നേൽക്കും. നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ സമാധാനമില്ലാത്ത അനുഭവങ്ങൾ എന്തായാലും ആത്മാവിൽ കണ്ട ദൈവത്തിന്റെ മുഖം കണ്ടു ആരാധിച്ചേ. ഉടമന ജഗന ശബ്ദനെ ദീപൽക്കടകസ്യാന. അങ്ങനെ മറിയയ്ക്ക് മാത്രമേ മനസ്സിലായി, ഈ വീട്ടിൽ പലരും ഉയർന്നിട്ടില്ലേ, മരിച്ചവർ ചാടി എഴുന്നേറ്റിട്ടില്ലേ, സൗഖ്യം കിട്ടിയ ഒത്തിരി പേരെ ആരോർത്തു. മാത്രയും മറിയെ ഓർത്തു. പല ഡെഡ്ബോഡികളും എഴുന്നേറ്റ് ഓടിപ്പോയത്. ഹല്ലേലൂയ. ജീവസുള്ളവരായി മടങ്ങിപ്പോയത്. ഓ, വലിയൊരു വെളിപ്പാടിന്റെ മുമ്പിൽ അതിലുണ്ടെന്ന് നിൽക്കുന്ന ശവാനെ ദീപാന ശബ്ദക്കടകസ്യാന. നാട്യം വെച്ചാലും മാത്രം പറഞ്ഞ് കർത്താവേ നാട്യം വെച്ചു. കർത്താവ് നാട്യം വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ നാട്യം വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. കഥ കഴിഞ്ഞിട്ടില്ല. ഉണ്ടോ? നിന്റെ വിഷയം നാട്യമായി അല്ലെങ്കിൽ അതിന് ഒരു അംശം മാത്രമേ നീ അറിയുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നില്ല, അവൻ ഉയർത്തും. ഉപവസിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ ഒരുപക്ഷേ നാട്യം വെച്ച അവസ്ഥയിലായിരിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന. നാട്യം വെച്ച് തുടങ്ങി എന്ന് പറയുന്ന അനുഭവത്തിലായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്ന മാത്രമേ പറയേ നാട്യം വെച്ചിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ, ആഴം വെച്ചിട്ടേ ഉള്ളൂ, പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ, ആരോഗ്യം തുടങ്ങിയിട്ടേ ഉള്ളൂ, കഷ്ടത തുടങ്ങിയിട്ടേ ഉള്ളൂ, വെല്ലുവിളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, യുദ്ധങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ സമാധി കുറിക്കണമെങ്കിൽ കർത്താവ് കല്ലറയിൽ വരണം. അവൻ കല്ലറ വായിക്കാൻ വരണം. ഹല്ലേലൂയ. അവൻ കല്ലറയുടെ മുമ്പിൽ വരുമ്പോൾ നാട്യം വെച്ചെന്ന് പറയുന്ന വിഷയം, നാട്യം വെച്ച് തുടങ്ങിയെന്ന് പറഞ്ഞ ഏതോ ഒരു ദിവസത്തിൽ വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുമ്പോൾ ആരൊക്കെ അത് വിശ്വസിക്കുന്നു? അവൻ ഒരുപക്ഷെ ഒരു കൂട്ടം വിഷയമായി ഭീതിജനകമായി ജീവിതത്തിന്റെ മുമ്പിലായിരിക്കാം എന്ന് നിൽക്കുന്നത്. ജീവിതത്തിലെ വെല്ലുവിളികൾ, ജീവിതത്തിലെ ഭാരങ്ങൾ, എനിക്ക് നിൽക്കാൻ കഴിയാത്ത മണ്ഡലത്തിന്റെ അടുത്താണോ നീ നിൽക്കുന്നത്? വേദോസ്തം പറയുന്നു അവൻ കല്ലറയുടെ മുമ്പിലേക്ക് ചെന്നു. ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ വിഷയം നാട്യം വെച്ചെങ്കിലും കൽപ്പിച്ചവൻ, അവൻ കൽപ്പിക്കേണ്ടവൻ കൽപ്പിച്ചപ്പോൾ അത് കൽപ്പിച്ചതുപോലെ പുറത്തു വന്ന് ജീവനോടെ
അവൻ നിങ്ങളോട് കരുണ തോന്നും. ആത്മാവിനെ അടുത്ത് പിടിച്ച് ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞാട്ട് നിശ്ചയമായി 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 നാട്യം വെച്ച് തുടങ്ങിയാലും വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് വലിയ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ചിലതിനെ ജീവിപ്പിക്കുവാൻ, ചിലതിനെ നിർത്തുവാൻ, ചിലതിനെ നിലനിർത്തി ഒരു അടയാളമാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി ആഗ്രഹിക്കുകയാണ്. എത്ര താല്പര്യമുണ്ട് കർത്താവിന്റെ വിഷയത്തിൽ ഒന്ന് ഇറങ്ങണമേ, എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങണമേ. പലരും കണ്ടു അവൻ മാറി മറന്നു പോയാലും ദൈവവേദനെ വഴുത്തലയ്ക്കൽ കിടന്ന അർത്ഥപ്രാണനായി ഏത് സമയത്തും മരിച്ചു പോകാമെന്ന് അവന്റെ മനസ്സ് അവനോട് പറയുമ്പോൾ നല്ലൊരു സ്നേഹിതനായ കർത്താവ്. അതാ പാട്ടുകാരൻ പാടിയത്.
മാറോട് ചേർത്തത് കൈവച്ചത് പാടിക്കേ. മറ്റുള്ള നമ്മളെ സ്നേഹിക്കുന്നത് പറയുന്ന പലരും സ്നേഹിക്കുന്നതിനേക്കാൾ മാറോട് ചേർത്ത് മനോഭാരം നീക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. ശമന വികാന അർത്ഥരാജകസ്യ അന്തൽപൗഡമാന കർത്താവിനെ ആത്മാവിൽ കണ്ട് ആരാധിച്ചേ ഉടമാരകൽക്കടക ശബ്ദാരവൽക്കടകസ്യ പൂരാവേ കാൽവരി ക്രൂസിലേക്ക് നമുക്ക് അടുത്തു വരാം.
നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവരെ കണ്ടാണ്. ഹല്ലേലൂയ. മാർത്തയും അവൻ മറിയ അധികം രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയിൽ ചെന്നെങ്കിൽ പ്രതികൂലങ്ങളെ അവഗണിച്ചായിരിക്കാം ഇന്ന് രാവിലെ ആരാധനയിൽ കടന്നു വന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെയും അവൻ കല്ലിൽ മറന്നിട്ടായിരിക്കാം ഇന്ന് രാവിലെ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിനെ അവൻ ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മുടെ വിഷയങ്ങൾക്കായി നമുക്ക് വീണ്ടും കരങ്ങൾ ലഭിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സൈന്യങ്ങളിൽ നായകനങ്ങല്ലയോ സൈന്യങ്ങളുടെ നായകൻ നമ്മുടെ മധ്യത്തിൽ വിശ്വസിക്കാനാവോ? സൈന്യങ്ങളുടെ നായകന് രാജാതി രാജാവാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ് സർവ്വജ്ഞാനിയാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്, കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചവനാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നവനാണ്. ശബ്ദന റൂഢന രാജാ വൈരാവതക്കടക ശബ്ദന അന്യ സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീടുവാടുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, കലാവല്ലഭത്വം, അതിനെപ്പറ്റി പാട്ട് സ്വന്തം സർവ്വ കലാവല്ലഭനായ നമ്മുടെ കർത്താവ്. ദൈവങ്ങളെ, നമ്മൾ സ്കൂളിൽ വരുമ്പോഴൊക്കെയും നമ്മുടെ കർത്താവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠതയെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കുകയും പാടുകയൊക്കെ ചെയ്താൽ ദൈവത്തിന്റെ മഹത്വം അവിടെ എല്ലാവരും കാൽമാത്രമായി ചേർന്ന്
ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ആത്മാർത്ഥമായി പാടിക്കാട്ടെ. നമ്മുടെ കർത്താവാണ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്, നമ്മുടെ നിരൂപണങ്ങൾക്ക് അപ്പുറമാണ്, നമ്മുടെ കാൽക്കുലേഷനുകൾക്ക് അപ്പുറമാണ് നമ്മുടെ ദൈവപ്രവൃത്തി. ഇത് രാവിലെ വിശ്വസിച്ചേ, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണോ ആരും കടന്നു വന്നേ? അവൻ ഇതുവരെ സംഭവിക്കാത്ത ഒന്നിനു വേണ്ടിയാണോ? ജീവിതത്തിൽ കഷ്ടങ്ങളുടെ മധ്യത്തിലാണോ കടന്നു വന്ന ദൈവങ്ങളെ? നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. എല്ലാവരും കൈയടിച്ച് ആത്മാർത്ഥമായ ശക്തിയോടെ ഉപവാസ പ്രാർത്ഥന, ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമാനാകട്ടെ. ആത്മാർത്ഥതയോടെ പാടിക്കാട്ടെ. ശവാന, ദീപാന, വൈഡവാന, ജാന, ദഗന, അർത്ഥന, ജൂഡമാന, ശക്തർക്കടകസ്യാന.
ഭൂമിയിലെ വാസം സമ്പൂർണ്ണമാണ് നിത്യമാമേ നിത്യമാമേ Hallelujah.
ജീവിതത്തിലെ പ്രതിസന്ധിയെ കണ്ട് പകരേണ്ട, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു വന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. ദൈവവചനം പറയുന്നു, ഇതാ ഞാൻ പുതിയതൊക്കെ ചെയ്ത ആർക്ക് വേണ്ടി, ഇത് മകൻ വിശ്വാസത്തോടെ ഇവിടെ കാലുകൊണ്ടിട്ടുള്ളവർക്ക് വേണ്ടി. ദൈവവചനം പുതിയതൊക്കെ ചെയ്യുന്നു. ദൈവവചനം പറയുന്നു, അത് നാളെയും ഭവിക്കുന്നതല്ല, അടുത്ത 2024 വെളിപ്പെടുന്നതല്ല. നീ വിശ്വസിക്കുമ്പോൾ ഏത് നിമിഷത്തിലാ ആ വിഷയത്തിന്റെ വിടുതൽ വെളിപ്പാടെ വിശ്വസിക്കുന്നേ. നിനക്ക് വേണ്ടി ശാന്തിയാ പോകുക. ഒരു ദൈവപ്രവൃത്തിയുടെ ചൂണ്ടി വെളിപ്പെടാൻ പോകുക. ആത്മാവിൽ കണ്ട് ആരാധിക്കുന്നവർ വിശ്വാസ ജീവിതം. ആത്മാവിൽ കണ്ട് വിശ്വാസത്തിൽ അവൻ വേരുയിറങ്ങുന്ന വിശ്വാസ ജീവിതത്തിൽ അവൻ നല്ല നിലനിൽക്കുമെന്ന് പറയുമ്പോൾ അവൻ വിശ്വാസത്തിന്റെ വേരുകളിൽ വരണമേ. അവിടെ വിടുതൽ സ്ഥാപിയേ, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നേ, അവിടെ കഷ്ടങ്ങൾ മാറുന്നേ. നിന്റെ ജീവിതത്തിലെ തകർച്ചകൾ മാറണമെങ്കിൽ അതിനകത്തേക്ക് ഏതോ സമയമായത് കർത്താവിന്റെ ഒത്തുവിട്ട വിശ്വസിക്കുന്നതിനായി വെളിപ്പെടുന്ന ദൈവശക്തി വിശ്വസിക്കാൻ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അന്തരീക്ഷങ്ങളുടെ ദുഃഖങ്ങളെ തകർക്കുന്ന സകല കുടിയിരിപ്പുകളെയും നിനക്കെതിരായി ശത്രു കെട്ടിയ കെട്ടികളെ അടിക്കുന്ന ചില മന്ത്രവാദ അഭിപ്രായങ്ങളെ പൊട്ടിക്കുന്ന തീരുടെ ശക്തി വ്യാപരിക്കട്ടെ. ചൂടായ കക്ഷാരങ്ങൾ അയടിച്ചോ ചില മുഖങ്ങളെ പൊട്ടിക്കാൻ പോകുകയാണ്. നിന്റെ മുമ്പിൽ ചെന്ന് വീഴാൻ പോകുകയാണ്. നിന്റെ മുമ്പിൽ ചെന്ന് തോറ്റുപോകാൻ പോകുകയാണ്. ശമയ വികാര അതുയ സകൽക്കരക ശങ്കര വൈരമാല ജാല വികാരകസ്യ അതുരമാല ജാലമാല ശങ്കൽക്കരക അതുര വികൽക്കരക വൈര ശങ്കൽ പൗര. ഓ യോസഫ് 12 വർഷം കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ കാരാഗ്രഹമല്ല തന്റെ വിഷയം. ഞാൻ നാളെ പുറത്തു വരുന്നു. താൻ കണ്ട ദർശനമാണ് എനിക്ക്
പകർത്തുവാൻ ഒരു ദൈവ സാന്നിധ്യം, ഒരു പകർച്ചയുടെ അഭിഷേകം. നിനക്ക് പേടിക്കാനൊന്നുമില്ല, നീ തോറ്റു പോകുന്നില്ല. സൗരന്റെ മുമ്പിൽ സൗരന്റെ മുമ്പിൽ കോമാളിയായിരിക്കാം. ദേശങ്ങളെ പിടിക്കുവാൻ, ശത്രു സൈന്യത്തെ ജയിക്കുവാൻ, വല്ലനായ ഗോലിയാത്തിനെ ജയിച്ച് ഫിലിസ്തീയ ദേശത്തെ കൈവശമാക്കുവാൻ എനിക്ക് കഴിയും. ദൈവശക്തി ഇറങ്ങട്ടെ, ചിലരുടെ ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. തോറ്റു കിടക്കുന്ന ചില വിഷയങ്ങളുടെ അവൻ ജയിക്കത്തിലുള്ള ചില വിഷയങ്ങളുടെ ആരാധിച്ചോ. നിന്റെ ആരാധന ദൈവം നോക്കുന്നു, നിന്റെ ദൈവം പകൽ കാണുന്നു, നിന്റെ അടുത്ത് ദൈവം വരുന്നു. ദൈവം ഓപ്പൺ ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ ഏതൊരു പട്ടണത്തിന്റെ അടുത്ത് ദൈവം അത്ഭുതം ചെയ്യുന്നു. നിനക്ക് വേണ്ടി ചില രേഖകളെ ദൈവം എഴുതുന്നു, നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. എത്രമാത്രം വിശ്വാസമുണ്ട്. ക്ഷീണിച്ചു മടുത്തുപോയ ചിലതിനെ ആത്മാവിന് പഴുത് നിർത്തുന്ന പകൽക്കാലമാണ്. അവൻ മടുത്തുപോയ ചിലതിനെ പരിശുദ്ധാത്മ ധൈര്യപ്പെടുത്തുന്ന പകൽക്കാലമാണ്. ദൈവശക്തി ഇറങ്ങി വരുന്നു. ചിലതിനെ അവൻ നല്ല സ്വപ്നമാക്കുവാൻ, ചിലതിനെ പ്രാപിക്കുവാൻ ദൈവശക്തി വിശ്വസിക്കുന്നവൻ, അവൻ ദൈവശക്തി ഏറ്റെടുക്കുന്നവൻ, തൊണ്ടയുമായി മടങ്ങി പോകാൻ കടന്നുകൊണ്ടിരിക്കുന്നവൻ. ചില വ്യക്തികളെ ദൈവം തരാൻ പോകുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ ദൈവം പറിച്ചു മാറ്റാൻ പോകുകയാണ്. ചില കുടുംബങ്ങളെ ദൈവത്തിന്റെ കരം വെക്കാൻ പോകുകയാണ്. വിശ്വസിച്ചോ? ഈ പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളല്ലോ നിന്നെ തകർത്ത കഴിഞ്ഞ നാളുകളിൽ നിനക്കെതിരെ വാഴവായ ദേശത്തെ ദുർഗന്ധമാക്കി തീർക്കാൻ ചില വിഷയങ്ങളുടെ ബന്ധത്തിൽ ദൈവം ചില കുടുംബങ്ങളെ തൊടാൻ പോകുകയാണ്. ദൈവം ചില വ്യക്തികളെ തൊടാൻ പോകുകയാണ്. അതൊരു ദേശമല്ല, ഒരു സ്റ്റേറ്റ് മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ, അറിയത്തക്ക രീതിയിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. ദൈവം ചില കാര്യങ്ങൾ അത് നിന്റെ കൺമുമ്പിൽ കാണും, അത് നീ കേൾക്കും. ദൈവം പ്രവർത്തിക്കുന്ന ദൈവം പറയാൻ പോകുകയാണ്. ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നു, ദൈവശക്തിയുടെ ഇറങ്ങി വരുന്നു. അവൻ ഹല്ലേലൂയ ആരാധിക്കുന്നവൻ തേജസ്സിറങ്ങുന്നു. മോശയോട് ദൈവം പറഞ്ഞു, മോശേ ഞാൻ കടന്നു പോകുന്ന തേജസ്സിനെ ജ്ഞാനത്തിനകത്തും ദൈവം തേജസ്സുള്ളതുകൊണ്ട് വിശ്വസിച്ച് ആരാധിക്കുന്ന ഓരോന്നിനെയും കൂടുന്ന ദൈവ തേജസ് ഇറങ്ങി വരുന്നു. ആത്മാവിൽ കാണുന്ന ദൈവത്തിന്റെ തേജസ് അതാണ് നിനക്ക് ജയം, അതാണ് നിനക്ക് വിടുതൽ, അതാണ് നിന്റെ മുമ്പോട്ടുള്ള അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന
ഭാഷയെ ചുമക്കൊണ്ട് അല്ലയോ തിരിച്ചു പോകുന്നേ, എന്റെ രോഗത്തെ ചുമക്കൊണ്ട് അല്ലയോ തിരിച്ചു പോകുന്നേ, എന്റെ പ്രയാസങ്ങള് അവൻ ചുമന്നുകൊണ്ട് അല്ലയോ പോകാൻ പോകുന്നേ. ഒരു അത്ഭുത മറുപടിയുമായി ആമേൻ പറയാൻ എത്തുകയുണ്ട്. ഒരു അത്ഭുത മറുപടിയുമായി ഞാൻ മടങ്ങി പോകും. ഹല്ലേലൂയ. വിശ്വസിച്ച് ആരാധിച്ചോ. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നേ മക്കളെ. നമ്മുടെ കർത്താവ് ആരാണ്? രാജാതി രാജാവാണ്. അവന്റെ മുമ്പിൽ സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയമില്ല. അവന്റെ മുമ്പിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ദിവ്യ സാന്നിധ്യം നിന്റെ മക്കളെ നിറയ്ക്കട്ടെ. ആരാധനയിൽ വെളിപ്പെടുന്ന നീ നിന്റെ മക്കളെ ബലപ്പെടുത്തണം. നീ ശക്തീകരിക്കണം. രക്തക്കോട്ടകൾ നിറയ്ക്കണം. ഉപവസിക്കുന്ന 10 പേരെ ധൈര്യപ്പെടുത്തണം. ബലഹീനതയ്ക്ക് അങ്ങയുടെ ധൈര്യം പരിപൂർണമാണ്. സഭയാകുന്ന കുടുംബം എല്ലാവരെയും ഏൽപ്പിക്കും. പരിവർത്തന വേഗം കടന്നു വരട്ടെ. അത്ഭുതം അടയാളം നടക്കട്ടെ. സമർപ്പിക്കും. എല്ലാവരെയും ഏൽപ്പിക്കും. എല്ലാവരെയും ഏൽപ്പിക്കും. എല്ലാവരെയും സമർപ്പിക്കണം. എല്ലാവരെയും ഏൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി 41 വാക്യപ്രതിവാക്യമായി വാക്യം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ രോഗശൈലികൾ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്ക എല്ലാം മാറ്റിവിരിക്കുന്നു. അവൻ എപ്പോൾ മരിച്ച് അവന്റെ പേർ നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറയുന്നു. എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിന് നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം ഒരുമിച്ച് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന യേശു നാമത്തിൽ എന്റെ സ്നേഹത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു ഇല്ലാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. യേശു പറയുന്നു, എന്നെ പിരിഞ്ഞ് നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അത് കറക്റ്റ് സത്യമാണ്. എന്നെ പിരിഞ്ഞ് നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പണവും സമ്പത്തും പേരും പുകഴ്ചയെല്ലാം നിലനിൽക്കുന്നതല്ല. വചനം പറയുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി മാറും. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു പ്രാർത്ഥന നൈസ നിന്ന് പോകും, ആഴത്തിലിറങ്ങണം. എന്നാലേ യേശു നിന്റെ കൈ പിടിക്കത്തുള്ളൂ. ആരാധന മുടങ്ങാതിരിക്കുക. ആരാധനയെ മുടക്കുന്നവൻ ആത്മാവിനെ മുടക്കുന്നു. സ്വർഗത്തിലേക്ക് പോകുന്ന ആത്മാവിനെ മുടക്കുന്നു. മനസ്സിലായി? ദൈവത്തെ ആരാധിക്കുന്നില്ലയോ അവരെ വഴികളെ ദൈവം അടച്ചു കളയും. ഇനി എത്ര ചാടി മറിഞ്ഞാലും പേടി വരത്തില്ല, തുറക്കത്തൊന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ഇപ്പോ എൻ്റെ മോന് വേണ്ടി എൻ്റെ മോൻ പ്രാർത്ഥനയിൽ വരുന്നില്ല, ഞാനിവിടെ ചാടി മാഞ്ഞാവുന്നു, അവൻ്റെ വഴി തുറക്കത്തേയില്ല. എൻ്റെ മോന് എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ അവൻ്റെ വയറ് നിറയുകയുള്ളൂ.
ഇതുപോലെ അഭിഷേകവും ആരാധനയും അവരവർക്ക് അവരവർ തന്നെയാണ്. പിന്നെ പരസ്പരം സഹായിക്കുന്ന എവിടെയാ? ആരാധനയ്ക്ക് വരികയും ആരാധിച്ച് കൊണ്ടിരിക്കുമ്പോൾ മറുപടി കിട്ടാതെ വരുമ്പോൾ ഒരുതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ആ വഴികൾ തുറന്നു വരും. ദൈവത്തിന് സ്തുതി. നീ ഒരു 4 ആഴ്ച ആരാധിക്കാതിരുന്നാൽ മതി, നീ സാധാ ആളായിട്ട് മാറും. അത്രയും ആരാധിച്ചതിന്റെ പ്രാർത്ഥന നിനക്ക് നഷ്ടം വരും. ഇതുകൊണ്ടാണ് പലർക്കും പല കാര്യങ്ങളിൽ ജയിക്കാൻ പറ്റാൻ. ശക്തിയുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റും. വളരെ സ്പീഡായിട്ട് ജയിക്കാൻ നിങ്ങൾ അതറിയിപ്പോ. ഒരു വചനം കേട്ടോ, ശബരബ അസ്നേഹി ലോ ഇന്ത്യ. നമ്മൾ വായിച്ച 41-ാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വചനം വായിക്കാൻ. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? യഹോവ അവനെ രോഗശൈലിയിൽ, ദീനത്തിൽ നീ അവന്റെ കിടക്കയിൽ. എനിക്ക് എന്താ മനസ്സിലായി? എന്റെ ദൈവമേ, എന്റെ യേശുവേ, എന്റെ ദൈവമേ, എന്റെ യേശുവേ, എന്റെ രക്തം, എന്റെ രക്തം, എന്റെ അവന്റെ രക്തം ഇപ്പോൾ ഇവരെ ഓർത്തുകൊണ്ട് ഇറങ്ങി വരികയാണ്. എന്നോട് യേശു പറഞ്ഞു, 9 പേരുടെ ഇരിപ്പുണ്ട് ബ്ലോക്കുള്ളവർ. ഹാർട്ടിൽ നിൽക്കുന്നത് 3 പേര് മാത്രം. അവന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ വെയിനിൽ കൂടെ കയറുകയാണ്. ഏറ്റെടുക്കുന്നവർ ഇപ്പൊ നിന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് അവൻ എടുക്കുന്നു. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. ജാലമാല ധീരമാല വൈഡമാല ഗൗഡമാല ധീരമാല വസ്തവ ഗഗനമാല ദൂരമാല ധീരമാല വൈഡ വൈഡ ധീര ധീര ഗൗഡ ഗൗഡമാല ധീരമാല വൈഡ വൈഡ ധീരമാല. കണ്ടോ, ഒരു ബ്ലോക്ക് എടുത്തു കഴിഞ്ഞു. അടുത്ത ബ്ലോക്കോട് കയറുക. രക്തം നീ കസേരയെ പിടിച്ചിരുന്ന പോലെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ ബ്ലോക്ക് കഥ തുടക്കിയ ആ പിടുത്തങ്ങൾ വിടുന്നു. അകത്തുള്ള പിടുത്തങ്ങൾ വിടുന്നു. പിടുത്തങ്ങൾ വിടുന്നു. യെസ് 9 പേര് കഥ ഫോക്കസ് ചെയ്തപ്പോൾ പിടുത്തങ്ങൾ വിടുന്നു. യെസ്, ഹാർട്ടിനകത്ത് ബ്ലോക്കുകൾ കഥ തുടച്ചെടുക്കുന്ന രക്തം. എന്നുയിർ നീതാനേ, എൻ തുതിയും നീതാനേ. പറയും എന്നുയിർ നീതാനേ, എൻ തുതിയും നീതാനേ,
எனக்காய் மரித்தீரே, உனக்காய் வாழ்வேனே. எனக்காய் மரித்தீரே, உனக்காய் வாழ்வேனே. நேசிக்கிறே, உன்னை நேசிக்கிறே, நேசிக்கிறே, உன்னை நேசிக்கிறே. ஏசப்பா, 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 என் ஜீவனே, என் ஜீவனே, ஏசப்பா. லா 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 லா, லா 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 லா, லா. ആര് പറഞ്ഞു വിടുവിക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞത്? വിശ്വാസമുണ്ടോ ഒരുങ്ങിക്കോ. വിശ്വാസമുണ്ടോ ജയിക്കാൻ ഒരുങ്ങിക്കോ. വിശ്വാസമുണ്ടോ ജയിക്കാൻ ഒരുങ്ങിക്കോ. വിശ്വാസമുള്ളവൻ താങ്ക് യു ആന്റി. ബായിങ്ങോട്ട്. എത്ര ബ്ലോക്കിലാണ് ആന്റി? 3 ബ്ലോക്ക് ഉണ്ട്. ഒരെണ്ണം സെന്റ് ഇട്ടു. 40 ദിവസം ഉപയോഗിച്ചിട്ട് ഇട്ടു. ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായിരുന്നു? 19. ആളാകപ്പാടെ മാറി. ഇതൊക്കെയാണോ നമ്മുടെ ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്യണം. ഞാനൊരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ തരാം, നിനക്ക് ബ്ലോക്കേ ഇല്ല. നിങ്ങൾ എല്ലാവരും ആന്റി നോക്കണേ. ആന്റി ഒന്ന് സാക്ഷ്യം പറയും. ബ്ലോക്കിൽ യേശുവിന്റെ രക്തമുണ്ടല്ലോ, അത് നമ്മൾ സംസാരിക്കുന്നത് അറിയാമോ? ഞാൻ നിന്നെ ആള് മാറിയവനെ പോലെ ആക്കും. രാധൻ എങ്ങനെ ആക്കുമെന്ന് പറയുന്നു? അക്കൈന്ന് നോക്കി പിടിച്ച രാധ ആന്റിയുടെ നെഞ്ചിന്റെ അകത്ത് അടച്ചു വച്ചിരിക്കുന്ന ബ്ലോക്കാണ് കഥ തുറക്കുന്നത്. ആ നെഞ്ചിനകത്ത് അടച്ചു വയ്ക്കുന്ന സമയത്താണ് ആന്റിയുടെ കൈയും കാലും ഒരുപോലെ നിന്നു പോകുന്നത്. അടുത്ത 3-ാമത്തെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നു. തല മുതൽ കാല് ഞരമ്പുകളെ പിടിച്ചു മുറുക്കുന്നതും ആ സമയമാണ്. ഇപ്പൊ കെട്ടെല്ലാം പടപടാ വിടുകയാണ്. അറിയാമല്ലോ, വാങ്ങിക്കാതെ പടപടാ വിടുന്നു, പടപടാ വിടുന്നു, വിടുന്നു 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 വിടുന്നു. ഏറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോ. സംഭവിക്കട്ടെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ. നിങ്ങളൊന്ന് നെക്കി നോക്കിയോ, നിങ്ങളൊരു അടയാളം കാണുമല്ലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഈ വചനം വന്നപ്പോൾ അതിന് പറയേണ്ടി വന്നു ബ്ലോക്കില്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാത്ത കാര്യങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അത് കറക്റ്റ് യേശുവിന്റെ കയ്യിൽ കൊടുത്ത് നീ ജീവിത വിശുദ്ധി കറക്റ്റാണ്. കള്ളം പറച്ചൽ നിർത്തി ജീവിത വിശുദ്ധി കറക്റ്റായി പൊതിയെന്ന പരിപാടിയിൽ നിർത്തി ഒരാൾ വൃത്തിക്ക് ജീവിക്കുമെങ്കിൽ അവർ ഏത് ചോദിച്ചാലും കൈ കൊടുക്കും. ഇവിടെ വിഷയം ഈ എന്തുകൊണ്ട് ദൈവം നമുക്ക് തരാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ് ലഭിക്കാത്തത്. നമ്മുടെ നാക്കിന്റെ സംസാരം ശരിയില്ലഞ്ഞുകൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത്. കള്ളത്തനമും കളിപ്പീരും ഇതേ നമ്മെ വിട്ട് പോകാതിനെ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് പരാജയം വരുന്നത്. അതുകൊണ്ടാണ് പരാജയം വരുന്നത്, നമുക്ക് ലഭിക്കാത്തത്.
ഒരാള് കറക്റ്റ് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ജീവിക്കുമെങ്കിൽ തോൽവിയെ കണ്ട് പേടിക്കേണ്ട ആവശ്യം, തോൽവിയില്ല. ഞാൻ അതേ പറയുള്ളൂ. എന്നാ ചെയ്യണം? തരികളെ നിർത്തുന്നേ, കള്ളം പറച്ചില് നിർത്ത്, പൊതിനെ പറയുന്ന കേൾക്കുന്നത് നിർത്ത്, നാക്ക് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോവാ, ജീവിതം വൃത്തിയിലേക്ക് കൊണ്ടുപോവാ. നിന്നെ തേടി വരും, ഉറപ്പായത്. ചോദിക്കുന്ന തേടി വരും, ഉറപ്പാ. പക്ഷെ ഒരു കണ്ടീഷൻ, വചനവും നീയുമായി ഒന്ന് ചേരാമോ? വെള്ളം തന്നെ ഒഴുകും. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, വചനം കറക്റ്റാ പറയുന്ന, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യത്തിന് മേൽ ഇന്ന് പകലൊരു മറുപടി 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 മറുപടി. ഓ ഓ എന്നോട് കൂടെ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. എന്റെ ഡാഡി ഇപ്പോൾ ഇറങ്ങി വരാൻ പോവുക. മരുഭൂമിയിൽ സ്വന്തം ജനത്തിന് കുടിക്കുവാൻ വെള്ളം കൊടുത്തവന്റെ ശക്തിയെ ഞാൻ പുറത്തെടുക്കുന്നപ്പോൾ, മരുഭൂമിയിൽ കുടിക്കുവാൻ വെള്ളം കൊടുത്തവന്റെ ശക്തിയെ ഞാൻ പുറത്തെടുക്കുന്നപ്പോൾ, എണ്ണിച്ച് നിൽക്കുന്നവരുടെ വീടുകളിൽ ആരെല്ലാം എണ്ണിച്ച് നിൽക്കുന്നോ, കൈ ഉയർത്തി പിടിക്കുന്നോ അവരുടെ വീടുകളിൽ ഒരു അസാധാരണ അഭിഷേകം വെളിപ്പട് 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 ശക്തി. വെളിപ്പട് 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 എന്റെ വീട്ടിൽ വെളിപ്പട്, എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ എന്റെ വിഷയം എന്റെ വിഷയം എന്റെ വിഷയം വെളിപ്പട്. യേശുവേ വെളിപ്പട് 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 വെളിപ്പെട്ടു വാ, വെളിപ്പെട്ടു വാ, വെളിപ്പെട്ടു വാ. എന്റെ വിഷയം തന്നെ വെളിപ്പെട്ടു വാ, വെളിപ്പെട്ടു വാ. കണ്ണുനീരെ മറികടക്കാത്ത ദൈവമേ, കണ്ണുനീരെ മറികടക്കാത്ത ദൈവമേ, കണ്ണുനീര് ഓ ഓ കണ്ടേച്ച് കാണാതെ പോകാത്ത ദൈവമേ, ദൈവമേ ദൈവമേ. ഓ ഈശവ ഊടബാല ധീരബാല വൈഡബാല ഗൗഡബാല ധീരബാല വസ്തബാല രഗണബാല. ഓ എന്റെ തീയേ, എന്റെ തീ അഭിഷേകമേ, എന്റെ തീയേ, എന്റെ തീ അഭിഷേകമേ, എന്റെ വഴികൾ നിന്റെ മുൻപിൽ, എന്റെ വഴികൾ നിന്റെ മുൻപിൽ ഇപ്പോൾ അത് തുറന്നു വരണമേ. ആയിരക്കണക്ക് ദൂതന്മാർ ഇറങ്ങി വരികയാണ്. ആയിരക്കണക്ക് ദൂതന്മാർ തന്റെ മക്കളുടെ ഭാവിയെയും നന്മകളെയും തടഞ്ഞു വെച്ച ചില ഇരുട്ടിന്റെ ശക്തികളെ വെട്ടി മാറ്റാൻ തുടങ്ങിയപ്പോൾ അവർ നിന്നെയും നിനക്കുള്ളതെയും തടഞ്ഞു വെച്ചത് വെട്ടി മാറ്റിക്കൊണ്ട് ജയമെടുക്കുന്നവന്റെ വീട്ടിന്റെ ഉള്ളറകളിൽ ഏലിയാവിന്റെ ദൈവത്തിനെത്തി. വെളിപ്പട് 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 വെളിപ്പട്.
ഏലിയാവിന്റെ പുതപ്പ് വെളിപ്പെടട്ടെ ഇപ്പോൾ. എന്റെ ദുഃഖം എന്തു മാറും? ഞാൻ ഇനിയും കാത്തു നിൽക്കണമോ? ഇനിയും ഞാൻ വെയിറ്റ് ചെയ്യണമോ? അപ്പ എനിക്ക് ഇന്ന് തുറക്കണം ഇപ്പോൾ. ഇന്ന് തുറക്കണം ഇപ്പോൾ. ജയമെടുക്കുന്നവൻ ജയമെടുക്കട്ടെ. എന്റെ വഴി തുറന്ന ദൈവം ഇവരെ വഴി തുറക്കണം. ഇന്ന് എന്റെ വഴി തുറന്ന ദൈവം ഇന്ന് സഭയിലെ ജനത്തിന്റെ വഴി തുറക്കണം. തുറക്കട്ടെ, അത് തുറക്കട്ടെ, തുറക്കട്ടെ. വെട്ടി പൊളിച്ചെടുക്കുന്നു, വെട്ടി പിടിക്കുന്നു, വെട്ടി പിടിക്കുന്നു. വിഷയം ഏതുമായിക്കോട്ടെ, വിഷയം ഏതുമായിക്കോട്ടെ, ഇത് പ്രവർത്തിക്കാൻ ശക്തിയുള്ളവൻ വെളിപ്പെടുകയാണ് നിന്റെ ഉള്ളറകളിൽ. എന്റെ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതേ ചിന്തയിൽ അടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതേ ചിന്തയിൽ അടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാ, എന്നോട് യേശു പറയുന്നു, വീട്ടിന്റെ മുറ്റത്തിലേക്ക് ചെല്ലുന്ന വഴി സംബന്ധമായി ആരോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് വെട്ടി തുറക്കുന്നു. അതെ, അപ്പ പറയുന്ന വെട്ടി തുറക്കുന്നു. ആരാത്? പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ലാലാ ലാലാ അവന്റെ കരം നിന്റെ കയ്യെ പിടിച്ച് കരട് മുരടായ പാതകളിൽ കൂടി നിന്നെ പിടിച്ചു കൊണ്ടുപോയി ഞാൻ കാണുന്നു. മനസ്സിലായില്ല, ജയിക്കാൻ പറ്റാത്ത ചില മേഖലകൾ നിന്റെ മുൻപിൽ എരിയോ മതിലുപോലെ കെട്ടി നിർത്തിയ ചില വിഷയങ്ങൾ അവൻ മതിലുകളെ തവിട്ട് പൊട്ടിയാക്കി. ആർക്ക് വേണ്ടി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. തുറക്കട്ടെ.
ആക്കിലെ ഫ്രണ്ടിലെ കുഴപ്പമൊന്നുമില്ല. വഴി തുറന്നിടും, വഴി തുറക്കും. നല്ല ഉറപ്പായിരിക്കുന്നു. 19 കൂട്ടത്തിന്റെ വഴി ഞാൻ തുറപ്പിക്കുന്നുണ്ട്. ഉപവാസം 19 അല്ലേ? 19 കൂട്ടം വിഷയത്തിന് മേൽ ഞാൻ വഴികളെ വെട്ടി തുറക്കുക. എന്റെ ജനത്തിന്റെ ഉറവുകൾ തടഞ്ഞവനെ വെട്ടി മാറ്റിക്കൊണ്ട് വെട്ടിയാ മാറ്റുന്നത്. വെട്ടി 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 തുറക്കുക, വെട്ടി തുറക്കുക. വഴികളെ വെട്ടിയാ തുറക്കുന്നത്. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം. വിശ്വസിക്കുന്ന നമ്മയെല്ലാം, വിശ്വസിക്കുന്ന നമ്മയെല്ലാം. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. യേശപ്പ ഉറവ് തുറക്കുന്നതിനായി സ്തോത്രം. ചില വസ്തു സംബന്ധമായി നീ പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന വിഷയം ചില കാട്ടുപന്നികളെ വെട്ടി മാറ്റിക്കൊണ്ട് ആയിരക്കണക്ക് ദൂതന്മാരല്ലേ ഇറങ്ങി വന്നത്. അവര് 10 പേരായിതാ തിരിഞ്ഞു പോവുകയാണ് എന്റെ വീട്ടിലേക്ക്, ഏറ്റെടുക്കുന്ന എന്റെ വീട്ടിലേക്ക്. ഒരാളിന്റെ പേരിൽ 10 ദൂതന്മാർ പോരായോ? ഉപവാസ പ്രാർത്ഥന 19 ദിവസം 19 പാക്കേജുമായി ഡാഡി വരിക ഇവിടെ.
വേണ്ടി എന്തോ ചെയ്യുന്നു. ചില കള്ളുകുടിയന്മാരുടെ തൊടുകയിപ്പോൾ രഹസ്യ കള്ളുകുടിയന്മാർ നീയല്ലോ എൻ അമ്മാവും നീയേ, എൻ അപ്പാവും നീയേ, എൻ ഹൃദയത്തുടിപ്പും നീയല്ലോ. ഉമ്മൈ പോലെ இந்த ഉലകിലെ വേറൊരുവരും ഇല്ലയേ. നാറ്റവച്ച ലാസറ പുറത്തു കൊണ്ടുവന്നവൻ, നാറ്റവച്ച വിഷയത്തെ പുറത്തു കൊണ്ടുവരും. നിന്റെ മന്ത്രവാദികൾ നെറ്റും, നിന്റെ മന്ത്രവാദികൾ നെറ്റും. ഞാൻ നെറ്റിപ്പിക്കുമെന്ന് പറഞ്ഞേ. എന്റെ അപ്പ ആ പേക്കറ്റ് കൈമാറിക്കൊണ്ടിരിക്കുന്നു. ചൊല്ലി തൂക്കിയെറിയപ്പെട്ട എന്നെ വേണ്ടുമെന്ന് ചൊല്ലി തേടി വന്ന എന്റെ നാദം ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നുമെന്നോ എന്റെ നാദം ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും
ഏറ്റെടുക്കുന്നതിന്റെ വീടുകളിൽ ശക്തി 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 അവന്റെ ശക്തി വഹിക്കോ. നടത്ത് സാമ്പത്തിക മേഖലയിൽ പുതിയ വഴികൾ, പുതിയ ഉറവുകൾ, വീണ്ടുന്ന വഴികൾ യേശു പറയുന്ന ഇങ്ങനെയാ, എടാ എന്റെ കയ്യിൽ പുരാതന ഗുപ്തനിധികൾ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ കള്ളമാണോ? സത്യമല്ലേ? സത്യം മാത്രം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഡാഡി പറയാ എന്റെ കയ്യിൽ പുരാതന ഗുപ്തനിധികൾ ഇരിപ്പുണ്ട്. അപ്പൊ വേറെ സൈഡ് പറയുക, എനിക്ക് യവനോട് കരുണ തോന്നുന്നു അവനോട് കരുണ. യെസ്. മറുസൈഡ് പറയുക, 10-ാം മണി സമയത്ത് വന്നവർക്കും 4-ാം മണി സമയത്ത് വന്നവർക്കും ഒരുപോലെ ശമ്പളം കൊടുത്തു. ആരെങ്കിലും ഏറ്റെടുക്കുമെങ്കിൽ നിനക്ക് സ്വന്തമാക്കാം. ഏറ്റെടുക്കുന്നത് സ്വന്തമാക്കാം. ഇന്നൊരു ഡെലിവറൻസിലേക്ക് വരികയാണ്. കുറെ ദൂതന്മാരിങ്ങനെ വന്ന് എന്റെ വീട്ടിൽ നിൽപ്പുണ്ട്. അപ്പോ ഞാൻ പറ്റുന്നില്ല. എന്തോ ഇരിപ്പുണ്ട്. എന്റെ ദൈവമേ, ശക്തിയുടെ മേൽ, ശക്തിയുടെ മേൽ. അവരവരെ വീട് നോക്കിക്കോ, ആരൊക്കെ കൂടെ നോക്കിക്കോ. ദൂത സംഘമാ കേട്ടോ. എന്തുവായത്, എന്തുവായത്, എന്തുവായത്. ദൂത സംഘം. ദൂത സംഘങ്ങൾ. വിശ്വാസമുള്ളവർക്ക് മനസ്സിലാകട്ടെ. താങ്ക് യു. താങ്ക് യു. അമ്മച്ചി, എന്നാ സംഭവം? എടുത്തോണ്ട് പോകുന്നത് പോലെ തോന്നുക. സമയമില്ല. അല്ലെങ്കിൽ ചേച്ചി എന്നാ സംഭവിച്ചു? ഹലോ. ഈ ആരാധനയ്ക്ക് ഇനി 8-10 മണിക്കൂർ വേണം, എന്നാലും തീരുകയുള്ളൂ. കാരണം ദൂതന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്നില്ല.
ദൂതന്മാർ വന്നാൽ അത് പോകത്തില്ല. ലോകത്തിന്റെ വീട് ദൂതന്മാർ ഒന്ന് പോയായിരുന്നു ഒരു രാത്രി മുഴുക്ക അവിടെ അവര് വിശ്വാസമുള്ളവർക്കുള്ളതല്ല. താങ്കൾ പറഞ്ഞ 3 കൂട്ടം വിഷയം ഭർത്താവിന്റെ കൈ സംബന്ധമാണ്, നിങ്ങളുടെ ജോലിക്കാര സംബന്ധമാണ്, നിങ്ങളുടെ കടഭാരം സംബന്ധമാണ്. ഒരു വലിയ മാറ്റമാണ് നടക്കുന്നത്. ഒരു തീ വന്ന് അതിന്റെ കണ്ണിലേക്ക് മിന്നിച്ചു പോകും. അതായത് അടയാളം വാങ്ങത് പവർ. വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം വചനമാ പറയുന്നത്. ഞാൻ എഴുതിയ പുസ്തകമല്ല, പരിശുദ്ധാത്മാ എഴുതിയ പുസ്തകം പറയുക, എടാ വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം. അമ്മയെ പോലെ നാദേ താലോലിതണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മകൾ ദിനം ദിനമാ, തന്റെ മകൾ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മകൾ ദിനം ദിനമാ, തന്റെ മകൾ ദിനം ദിനമാ. സ്തുതിയിൽ മനമേ സ്തുതികളിൽ ഉന്നതനേ, നാദങ്ങൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതിയിൽ മനമേ സ്തുതികളിൽ ഉന്നതനേ, നാദങ്ങൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അത്തര വൈഡര വൈഡര വൈഡാരി വര വൈഡര വൈഡര വൈഡ ഗൗഡര മൗഡാരി വര വൈഡ വൈഡര വൈഡ വൈഡര ദാദര നീദര വൈഡര വൈഡ ഗൗഡര മൗഡര നീവര വൈഡ പുരവര വൈഡ വൈഡര വൈഡാരി വര വൈഡ വൈഡര ഗൗഡര മൗഡര നീവര വൈഡ ദുരവര വൈഡര വൈഡര വൈഡ വൈഡര വൈഡാരി വര വൈഡ വൈഡര വൈഡ വൈഡര ദാദര നീദര വൈഡര വൈഡ നീവര വൈഡര ഗൗഡര മൗഡ പുരവര വൈഡ വൈഡര വൈഡ വൈഡര വൈഡ വൈഡര എന്റെ വഴികൾ തുറന്നതാൽ യേശുവേ, എന്റെ വഴികൾ തുറന്നതാൽ യേശുവേ, 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 യേശുവേ,
താങ്ക് യു. പോയി ഇരുന്നുണ്ട്. ടൈം ഈസ് ഓവർ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനം വായിച്ചു പോകട്ടെ. ഡാഡി പറയുന്നു റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 8. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗും മാഗോഗും എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളരും. മതി. ഒറ്റ വാക്കിൽ വായിച്ച് പോകരുത്. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ വൃത്തിക്ക് തിന്നണം, രുചി നോക്കി കഴിക്കണം. എന്നിട്ട് വിഴുങ്ങാൻ നിൽക്കരുത്. ഈ വിഴുങ്ങാൻ നിൽക്കുന്നവൻ ആരും ചോദിച്ചാൽ വില കൊടുക്കാത്തവൻ, വില കൊടുക്കുന്നവൻ ടേസ്റ്റായി പതിയെ കഴിക്കും. അതിൻ്റെ 9 പറഞ്ഞത് അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും. ഇതിൻ്റെ അപ്പം എന്താ മനസ്സിലായി? പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവനെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനെയും ശത്രുക്കൾ ഉറപ്പായിട്ട് കളയും. ഈ ജനങ്ങൾക്ക് വിടുതൽ ലഭിക്കാത്തത് ലോക വിഷയങ്ങളെ മാത്രം ചിന്തിച്ച് പ്രാർത്ഥിക്കും. യേശു വരത്തേയില്ല. സ്വർഗത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ അല്പം പോലും ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് പലര വഴികൾ തുറക്കാതെ അടഞ്ഞ് മുരടിച്ചങ്ങ് കിടക്കുന്നത്. നിങ്ങൾ ലോകത്തുള്ള ഒറ്റ കാര്യം യേശുവോട് ചോദിക്കും. യേശു മാത്രം ചോദിക്കും. യേശു മാത്രം ചോദിക്കുമ്പോൾ യേശു ഒറ്റയ്ക്ക് വരത്തില്ല. യേശു വെറും കൈയോടെ വരത്തില്ല, ഒറ്റയ്ക്ക് വരത്തില്ല. യേശു വരികയാണെങ്കിൽ 1000 ദൂതന്മാർ കാണും. 1000 ദൂതന്മാർ ഉണ്ടെങ്കിൽ 5000 പേർക്ക് തിന്നാമുള്ളതും കൊണ്ട് യേശു വരത്തും. ഇത് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. ജനം എത്ര പ്രാർത്ഥിച്ചാൽ ജനം അലക്ഷ്യമായിട്ടേ ഇരിക്കത്തുള്ളൂ. സഭയിലായാലും വീട്ടിലായാലും. അതുകൊണ്ട് നമുക്കറിയാം അവരുടെ ജന്മത്തിൽ അവർ പച്ച പിടിക്കത്തില്ല. എന്തുകൊണ്ടാണ് പച്ച പിടിക്കാൻ? നമ്മുടെ കർത്താവിന്റെ കാര്യം പൊറുകയാണെന്ന് അല്ല. കർത്താവിന്റെ കാര്യം നല്ല നീളമുള്ള, കൊടുക്കാൻ മനസ്സുമുള്ളതാണ്. യോഗ്യത ഇല്ലാത്ത ഒരാളിന് കർത്താവ് കൊടുക്കുകയില്ല. മനസ്സിലായി? നീ കൊടുക്കുക. 1000 രൂപ ഇവിടെ ഫിലിപ്പാനെ കൊണ്ട് ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞ, ഞാൻ എവനെ ഏൽപ്പിക്കുന്നു അവൻ കൊണ്ട് എത്തിക്കുമോ ഞാൻ ചിന്തിച്ചിട്ടേ കൊടുക്കുന്നു. ഇതുപോലെ ദൈവമോ അഭിഷേകത്തെയോ അനുഗ്രഹത്തെയോ ഉയർച്ചയോ ശക്തിയോ ഒരാൾ കൊടുക്കണമെങ്കിൽ അവൻ സ്വർഗത്തിൽ വന്ന് എത്തുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടേ കർത്താവ് കൊടുക്കത്തു. അതുകൊണ്ടാ പറയുന്നത് മാനസാന്തരപ്പെട്, രൂപാന്തരപ്പെട്, വചനപ്രകാരം ജീവിക്കൂ, വചനം വിട്ട് പുറത്ത് പോകരുത്, വചനത്തിൽ കറക്റ്റ് നിൽക്കണം. കുഞ്ഞുങ്ങൾ ചിരിച്ച് അവിടെ നോക്കിയാൽ ഞാൻ പിടിച്ച് ഇവിടെ സ്റ്റേജിൽ കൊണ്ടിരുത്തും പോരുന്നതിന്. ഇനി കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അവരുടെ മക്കൾ അവർ സൂക്ഷിക്കുക. കാരണം പരിശുദ്ധാത്മ പ്രസൻസോട് മൂടിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾ നശിപ്പിച്ച് കളയും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാത്ത ദൈവം യേശു തന്നെ പറഞ്ഞു, എന്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവല്ല. പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നീ പിശാചിന്റെ ആത്മാവ്. സംശയമുണ്ടോ? കർത്താവ് പറഞ്ഞ വാക്ക, എന്റെ ആത്മാവ് ഇല്ലാത്ത എനിക്കുള്ളവനല്ല. പിന്നെ ആരുള്ളതാ? പിശാചിനുള്ളതാ. 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ നീ നിന്നോട് ചോദിക്കും, നീ ആരാ, എന്താ, ഏതാ, നീ നിന്നോട് ചോദിക്കും. പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്നതിന് കാണുമ്പോൾ അറിയാം. അവരെ ഇരുപ്പ് കാണുമ്പോൾ അറിയാം.
അവരെ ദാഹം കാണുമ്പോ അറിയാം, അവരെ പ്രാർത്ഥന കാണുമ്പോ അറിയാം. ഞാൻ പിന്നെയും പറയുക, എന്നെ തിരിഞ്ഞ് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നീ എന്നാ കാണിക്കും? കൂടിപ്പോയാൽ നീ മരണം വരെ എത്തിപ്പോകും. തള്ളിക്കോ ഉന്തിക്കോ. നിങ്ങൾ ലോകത്തുള്ള കാര്യങ്ങളിലേക്ക് ചുരുണ്ടു പോകരുത്. നിങ്ങൾ ദൈവ വിചാരമുള്ളവരായി മാറുകയാണ്. ഞാൻ കാണുന്ന പല പല വിഷയങ്ങളാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശക്തിയിലാണ്. ശക്തി. ഒരു ദിവസം നീ കൈവിടപ്പെടും. ദൈവമക്കളെ, കൈവിടപ്പെടും. നീ എന്ത് ചെയ്യും? നിന്നെ ആർ സഹായിക്കും? യഥാർത്ഥ മാനസാന്തരപ്പെടും. ലിസിയാൻ്റെ ഒന്ന് എണ്ണിക്കാമോ? പിന്നാലെ ആ രണ്ട് കൈ ഒന്ന് ഉയർത്തി പിടിക്കാമോ? നിന്റെ ദൂതാണ് അവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ 8, അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളുമായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗുമാഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. നിന്നെയും നിന്റെ ഭർത്താവെയും ഒരു അനാഥയാക്കി തീർത്ത് നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ശത്രു നാളുകളെ എണ്ണി വളയുന്ന സമയത്തിൽ അവന്റെ പാതാളം പോലിരിക്കുന്ന വായിൽ നിന്ന് നിന്നെ പുറത്തെടുക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചുകൊള്ളുക. നിന്റെ അസ്ഥികളിൽ കുളിർ കോരിയിട്ട് ശരീരത്തെ തളർത്തിയിട്ട് വരുമാനത്തെയും നന്മയെയും മുറിച്ചിട്ട് തകർക്കാൻ വച്ച ചതിയ ഇന്ന് പകൽ യേശു വെട്ടി മാറ്റുക. ഡാഡി നിന്നെ തൊടുന്നപ്പോൾ നിന്റെ തലമണ്ടയിൽ നിന്ന് നിന്റെ കഴുത്തിലോട്ട് നടുവിലോട്ട് കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദനകളെ യേശു തുടച്ചെടുക്കുന്നു എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. പിടി. താങ്ക് യു ആന്റി. ഇപ്പൊ എന്നാ സംഭവിച്ചു? കാലും കൈക്കലും ഭയങ്കര വേദന, തലവേദനയുമോ, നടക്കാൻ വയ്യ. ഇപ്പോ ഓടിവാ. ഇപ്പൊ ഒരു കുഴപ്പമില്ലയോ? നീ പറയാനുള്ള പരിശുദ്ധത വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ നിന്റെ തല മുതൽ കാല് വരെ വേദന ദൈവാത്മ പറഞ്ഞിരുന്നു. നിന്നെയും നിന്റെ ഭർത്താവും ഒതുക്കാനുള്ള പരിപാടി പറഞ്ഞിരുന്നു. ആ പരിപാടിയെ കർത്താവ് ഇന്ന് പൊളിക്കാൻ പോവുക. കർത്താവ് പൊളിക്കുക. തേങ്ങ പൊതിക്കുന്ന അറിയാമോ? തേങ്ങ പൊതിക്കുന്നത് പോലെ നിങ്ങളുടെ വിഷയങ്ങളെ, നിന്നെ തകർക്കാൻ പറ്റുന്ന മന്ത്രവാദി കർത്താവ് പൊതിപ്പിക്കാൻ പോവുകയാണ്. ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനും ഉള്ളവനായുള്ള ശക്തി വാങ്ങ് 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 വാങ്ങ്.
മന്ത്രവാദികളെ ജയിക്കാൻ ശക്തി കൈമാറുക. എന്റെ ബിസിനസ്, എന്റെ വരുമാനം, എന്റെ ജീവിത പങ്കാളി, എന്റെ മക്കളെ തകർത്തവനെ ഇന്ന് എനിക്ക് മറുപടി വേണം. എന്നെ ജീവിക്കാൻ വിടുന്നില്ല. ആരോ പറയുന്നു എന്നെ ജീവിക്കാൻ വിടുന്നില്ല. വെട്ടി വെട്ടി അറുത്തുവിട്, അറുത്തുവിട്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കണ്ണിൻമണി പോലെ. റെഡി? ശത്രുക്കളെ കണ്ട് പേടിക്കണ്ട. നീ ചിലത് സംസാരിക്കാതെ ഇവിടെ നടക്കുമെന്ന്. അവന് മാത്രം നിന്നെ താങ്ക് യു. എന്റെ 9 പറയുന്നു, അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. ഇതിന്റെ മറുപടി ഇപ്പൊ ഉണ്ട്. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. അല്ലേ? ആരെ കൈയിട്ട് പാസ്സാക്കുന്നത്? നിന്റെ വീട് വയ്ക്കൂ, വസ്തു വാങ്ങക്ക, എന്റെ പ്രാർത്ഥന, മക്കളെ വിദേശത്ത് വരുന്ന പരിപാടികൾ ഇന്ന് നിർത്തിത്തരാം. വെട്ടിവിടുക. യെസ്. ആകാശത്ത് തീ ഇറങ്ങട്ടെ. ഞാൻ പറഞ്ഞ് ഏറ്റെടുത്ത് നോക്കാം. ചുമ്മാ ചുമ്മാ ഉറങ്ങട്ടെ, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, അത് ഉറങ്ങിക്കോട്ടെ. ഏറ്റെടുത്തത് മാത്രം. തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. അവരെ വഞ്ചിച്ച പിശാചിന് മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്യയിലേക്ക് തെള്ളിയിടും. അപ്പൊ നിന്റെ ശത്രുക്കളെയും മന്ത്രവാദികളെയും പിശാചി കഥ തെള്ളിയിടാൻ പോകുകയാണ്. പിന്നെ അവർ തിരിച്ചു വരവില്ല. നടക്കണം, ജോലി ചെയ്തതിന് കൂലി കിട്ടണം. ഞാൻ ആ ചിന്ത കാരണം അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. താങ്ക് യു. ഡിസൈൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. വേദനയെല്ലാം പോയി. ഞായറാഴ്ച പ്രാർത്ഥന വരാൻ പറയാം അവിടെ. ശരി, പോയിരുന്നു. ചിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നത് തൊടാൻ പറ്റത്തില്ല മക്കളെ. നിന്നെ തൊട്ടോ നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി തൊട്ടിരിക്കുന്നു. കർത്താവിന്റെ കൃഷ്ണമണി തൊട്ടേ ലൂസിഫർ ഉറങ്ങാൻ പറ്റുമോ? ദൈവം സമ്മതിക്കുമോ? അതെന്താ മനസ്സിലാകാത്തത്?
പ്രാർത്ഥനയെ കൂട്ട്, പ്രാർത്ഥനയെ കൂട്ട്. മക്കൾ മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യം ഒന്നുമില്ലല്ലോ. മരുഭൂമിയിൽ കൂടെ ഉറവ് തുറക്കുന്ന ദൈവമാണ് അനിൽ ബ്രദറെ. അവൻ തുറക്കുന്നവൻ. പിശാച് നമ്മുടെ വഴികളെല്ലാം അടച്ച് വരും. ഇവൻ തുറന്നുകൊണ്ടേ വരും. ഇവൻ അടയ്ക്കും, ഇവൻ തുറക്കും. പിശാച് അടയ്ക്കും, യേശു തുറക്കും. കുറെ കഴിയുന്ന കഥ പിശാച് കയ്യെ വെട്ടിക്കളയും. അവൻ അതോടെ ഇനി അതിന്റെ 11, 12 വായിച്ച് ഞാൻ നിർത്തട്ടെ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും, വെളിപ്പാട് പുസ്തകം 20-ന്റെ 11, 12 വായിക്കാൻ പോകുന്നത്, സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ വായിക്കൂ. ഇതുപോലെ ആകാശഭൂമിയെ അവന് മുൻപിൽ നിന്ന് ഓടിപ്പോയതുപോലെ നിന്റെ ശത്രുക്കൾ ഇന്നു മുതൽ ഓടിപ്പോകട്ടെ. നീ ഒരിക്കലും കാണണ്ട. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർ തങ്ങളുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. നീ എന്ത് ചെയ്തിട്ടുണ്ടോ അതിന് കറക്റ്റ് കിട്ടിക്കോളും. മാറ്റമൊന്നുമില്ല. പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളി. അപ്പൊ നിന്റെ പേര് അവിടെ ഉണ്ടോ എന്ന് അറിയണം. അതനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബലപ്പെടാൻ തുടങ്ങി. യേശുവിൽ പിന്മാറാതിരിക്കുക. ഈ വചനങ്ങൾ എന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണും അടച്ചു കർത്താവിന്റെ കരുതലും കാവലും സഭയാകുന്ന എല്ലാ കുടുംബങ്ങളും ഉണ്ടാകട്ടെ. നല്ല സമാധാനം, നല്ല സന്തോഷം, നല്ല ധൈര്യം, ബലം എല്ലാം ഉണ്ടാകട്ടെ. ഉപവസിക്കുന്ന ധൈര്യപ്പെടുത്തുവാൻ, വിദേശയാത്രയിൽ പോകുന്നവരെ ബലപ്പെടുത്തുവാൻ, അനിൽ ബ്രദർ കുവൈറ്റിൽ പോകുന്നുണ്ടല്ലോ, സുനി പോകുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ പാവം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വീഴിച്ചു. തന്റെ പിതാവായ ദൈവം നമ്മെ രാജ്യവും പുരോധനമാക്കി തീർന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം 3-ാം മാസത്തിന്റെ അവസാന സൺഡേ കർത്താവെ ഞങ്ങളെ പലകൊല്ല ഞങ്ങളെ കൂട്ടി വരുത്തി ഉപവാസത്തിന്റെ കർത്താവെ കൂടെയുള്ളവരെയും 19-ാമത്തെ ദിവസം കർത്താവെ ബലപ്പെടുത്തി കൃപയ്ക്കായി അത് ഓരോ കുടുംബത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും വേറെ വരുവാൻ കാരണമായി നിങ്ങളുടെ ദുഃഖത്താലും വലയുന്നുണ്ട്, പൈശാചികത്താൽ വലയുന്നുണ്ട്, കടപ്പാരത്താൽ വലയുന്നുണ്ട്, കിടപ്പാടുമില്ല വലയുന്നുണ്ട്. കർത്താവെ കുഞ്ഞുങ്ങളില്ല വലയുന്നുണ്ട്, പ്രായമായിരിക്കുന്നവരുണ്ട്. കർത്താവെ അവരുടെ ആവശ്യങ്ങളെല്ലാം കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സങ്കീർത്തനം തന്ന കർത്താവെ, നല്ലൊരു ആരാധന തന്ന കൃപയ്ക്ക് ആയുസ് ആദരിക്കുന്ന ഭാഗ്യവാന ദിവസങ്ങളെ യഹോവ അവനെ വിടിവിക്കും. യഹോവനേക്കാൾ ജീവനോട് പാലിക്കാൻ ഭൂമിയിൽ ഭാഗ്യം. തന്റെ ശത്രുക്കളെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയില്ല. രോഗശാല അവനെ താങ്ങും നീരത്തിൽ യഹോവ അവന്റെ കിടക്കെല്ലാം മാറ്റിയിരിക്കുന്ന ഞങ്ങളുടെ സങ്കീർത്തനം ഞങ്ങൾ കേട്ടല്ലോ. ആ കിടക്ക മാറ്റിയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. തന്നെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ, പരിപൂർണ്ണ വിടുതൽ കൊടുത്ത് കർത്താവെ സാക്ഷീകരിക്കുവാൻ കർത്താവെ കൃപനായി സ്തോത്രം ചെയ്തു. ഓരോ കുടുംബത്തെയും കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആണ്ടുകൾ കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രവൃത്തിയെ ജീവിക്കണേ. ആണ്ടുകൾ കഴിയുമ്പോൾ അതിന് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവൻ എത്രയും വേഗം നാട്ടിൽ വരുവാൻ കർത്താവെ ഞാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് എക്സാമെല്ലാം കഴിഞ്ഞില്ല. കർത്താവ് നല്ല റിസൾട്ട് കൊടുത്ത് കർത്താവെ അടുത്ത ക്ലാസ്സിൽ കയറുവാനും കർത്താവെ
ഈ ലോക ചിന്തയിൽ അകപ്പെടാതെ കർത്താവെ, അവധി ദിവസങ്ങൾ കർത്താവെ, ആവധാനത്തിൽ നിന്നും എല്ലാവരെയും വിടുവിച്ച് കർത്താവെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരൊക്കെ ഈ ഭാഗ്യമായ യെരൂശലേം സിയോൻ നിവാസികളെ, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ കരഞ്ഞു നിലവിലെ ശബ്ദങ്ങളെ യഹോവ നിശ്ചയമായി നിങ്ങളോട് കാരണം തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ യഹോവ ഉത്തരം വരണം. കർത്താവ് കക്ഷത്തിന്റെ അപ്പോൾ ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം നാലിന് ഉപദേഷ്ടാവിനെ അറിഞ്ഞിരിക്കില്ല. എന്നോട് തന്നെ ഉപദേഷ്ടാവിനെ കണ്ടുപിടി. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴിയില്ലാതില്ലേ നടക്കുന്ന ശബ്ദം നിങ്ങളുടെ പുറകിൽ നിന്ന് കേൾപ്പിക്കുന്നത് ഞങ്ങളുടെ കർത്താവിനായി സ്വന്തം. ഞങ്ങളോട് കൂടെ നടന്ന് ഞങ്ങളോട് കൂടെ ഞങ്ങളെ വഴി നടന്ന കർത്താവെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെ ആളാപ്രതയായി പേരുപേരായി കരങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയും കുടുംബത്തെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉപവാസ പ്രാർത്ഥന കർത്താവെ അത് അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ കുടുംബത്തെയും കർത്താവെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്ത് പോകുന്ന കുഞ്ഞുങ്ങളെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വരിക ഹല്ലേലൂയ സ്തോത്രം കരയിൽ കൂടി വായിക്കളുടെ യാത്രയിൽ അവരെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരെ ഓരോരുത്തരെയും കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ജോലിയിൽ കൂടെ ഇരിക്കണമേ, യാത്രയിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം കരങ്ങൾ ഏൽപ്പിക്കുന്നു. വിഷയങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ആവശ്യങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എണ്ണ ശാസ്ത്രായനായ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടു തുടങ്ങണമേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ തൊട്ടതിനായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യാം. നമ്മെ കാത്ത് പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശത്ത് സുഖമായി കൊണ്ട് എത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും മാനിച്ചതിനായി സ്തോത്രം ചെയ്യാം. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ സമാധാനവും പരിശുദ്ധാത്മാവ് എന്നതിന്റെ കൂട്ടായിരിക്കും എൻ്റെയും മക്കളോടും എല്ലാവരുടെ എല്ലാ വിഷയങ്ങളും പ്രേസൻസ് ഇന്നെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയനന്ദ കർത്താവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ വേഗം